ഹലോ, അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. ഞങ്ങൾ ഗുരുവായൂർ പോവാണ്. കുറേ ആയി ഞങ്ങൾ ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർ പോയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കോക്ക ഈയടോ എവിടെ എത്തിയേ? എന്തിനാ വന്നേ? എന്തിനാ വന്നേ? ആ അതൊക്കെ അങ്ങോട്ട് വെക്ക്. ആ അവിടെ ഗുരുവായൂരെത്തി, നാരായണന്റെ അടുത്ത് എത്തി. ആനേനെ കാണണ്ടേ? ആനേനെ കാണണ്ടേ? ആന കുളിക്കണേ കാണണ്ടേ? ആ ആന മാമച്ചിനെ കാണണ്ടേ? ആന ചോറിന്നാന്. ഞങ്ങളിതാ ഗുരുവായൂരെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പം വൈകുന്നേരമായി. ഗുരുവായൂരെത്തി ഞങ്ങളൊരു റൂമൊക്കെ എടുത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവുകയാണ്. അമ്മതാ എല്ലാരും ഇതാ. അച്ഛമ്മയുടെ അച്ഛമ്മന്റെ ബാഗ്. നമ്മൾ മാച്ച്, നമ്മൾ മൂന്നാള് മാച്ചാ. ഇതൊക്കെ അതൊക്കെ ഇവന് പ്രാവിൻ്റെ അടുത്ത് പോയേക്കണോ? ഇവ പ്രാവടെ ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തത് ഒരു മാസത്തെ ഉത്സവം എന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ഈ നടപ്പന്തലിൻ്റെ 2 സൈഡിലൊക്കെ ആയിട്ട് ഫുഡിനൊക്കെ അന്നദാനത്തിനുള്ള ഏരിയ ആയിരുന്നു. അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തിലും നല്ല തിരക്കായിരുന്നു. അവിടെ കുറേ സ്ഥലത്ത് ഓരോ സൈഡിലും സ്റ്റേജിൽ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തൊഴാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ ക്യൂ നിന്നായിരുന്നു. പിന്നെ ഈ സമയത്ത് ഇവോസിനെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു. അവിടെ ഭഗവാന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അവിടെ ഉത്സവത്തിൻ്റെ ടൈമിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അങ്ങനെ ഉള്ളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. വേറെന്തോ എന്താ വേണ്ടെന്നല്ല ചോദിച്ചുള്ളൂ. എൻ്റെ സാധനം കാണിച്ചു കൊടുക്കേ. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങി. ഞങ്ങൾ ഈ നടപ്പന്തലിൻ്റെ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി മസാല ദോശയും ചായയൊക്കെ കുടിച്ചു. Thank you.
ഇതിലേതാ വീണാലൊന്നും പൊട്ടില്ല കൂടിയ മോഡലുണ്ട് അറിഞ്ഞിട്ടുണ്ട് കൃഷ്ണന്റെ കൂടെ വേറെ ആരുമില്ല ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയത് പിന്നെ ഷോപ്പിങ്ങിനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ നടപ്പന്തലിൻ്റെ ആ സൈഡിൽ അതിലൊക്കെ കുറേ നടന്നു പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു അപ്പോഴാണ് ഇത് ഞങ്ങൾ കണ്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വലിയ പാത്രം ഇങ്ങനെ കൊണ്ടുവന്ന ഒരു വണ്ടിയൊക്കെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ അത് കൊണ്ടുവന്നത് ഇങ്ങനെ നോക്കി നിന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉത്സവത്തിൻ്റെ ടൈമാണ് അപ്പം അന്നദാനത്തിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത് വലുത് വാങ്ങി ബ്ലൗസ് പീസോ കാട്ടിക്കൊണ്ടായിവോ കാണിച്ചോണ്ട് ഇവന്റെ സാധനം
ഇവ ആന അപ്പിട്ടേടെ ഇവാസി ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ ഞങ്ങൾ തൊഴുത് കുറേ അതിലൊക്കെ നടന്നു റൂമിൽ തിരിച്ചെത്തി. ഈ ഇവൂസിൻ്റെ ഈ ടോപ്പ് അമ്മ അടിച്ചതാണ്. അമ്മ ഒരു ദിവസം രാത്രി ഇരുന്ന് അടിച്ചതാണ്. ഞങ്ങൾക്കൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി വന്ന ക്ലോത്ത് വെച്ചിട്ട് ഇവന് അങ്ങനെ അമ്മ അടിച്ച ടോപ്പാണിത്. ഞങ്ങൾ ഗുരുവായൂരിന് പാൽപ്പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലെത്തി അതൊക്കെ കുടിച്ച് ഞങ്ങൾ കിടക്കാൻ